പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണം ഇന്നുണ്ടാകില്ല. ഇതിനായി തുക അനുവദിച്ച് ഉത്തരവ് ഇറങ്ങാത്തതാണ് കാരണം. 1600 രൂപ വീതം 60 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി 900 കോടി രൂപയാണ് വേണ്ടത്. ഇതുടൻ നൽകണമെന്ന് CPM നിർദ്ദേശം നൽകിയിരുന്നു. തുക അനുവദിച്ചതായി പ്രഖ്യാപനവും എത്തി, എന്നാൽ ഉത്തരവ് മാത്രം ഇറങ്ങിയില്ല. തുക അനുവദിച്ചാണ് ഉത്തരവ് ഇറങ്ങേണ്ടത്. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കണം. ഉത്തരവ് എന്ന് ഇറങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ വിഷയത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉടൻ തന്നെ ഇടപെടുമെന്നും സൂചനയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവ് ഇറങ്ങാത്തതിന് കാരണമെന്നും വിലയിരുത്തലുണ്ട്. പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ തുടങ്ങുമെന്ന് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരുന്നു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത്. അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്നും ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്നത് പരിഗണിച്ചുകൂടെ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറിയൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ചോദ്യം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവും വിവിധ ഇനങ്ങളിലുള്ള സെസ് കിട്ടിയിട്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന് മറിയൻകുട്ടിയുടെ അഭിഭാഷക ബോധിപ്പിച്ചു. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ മരുന്ന് വാങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ നിയമപരമായ അവകാശമല്ലെന്നും അതൊരു സഹായം മാത്രമാണെന്നാണ് സർക്കാരിൻ്റെ വാദം. എന്നാൽ ക്ഷേമ പെൻഷൻ പ്രതിസന്ധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തൽ CPM നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതിന് പ്രധാന മുൻഗണന നൽകാനും തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.